ഗുണമേ ഉള്ളൂ ഈ ആശുപത്രിയുടെ പരസ്യം. വേറെ ഒരു ഗുണമില്ല. ഇങ്ങനെ പോവില്ലേ പോകുമ്പോ എല്ലാരും കാണും. കണ്ടായില്ല ഇതിന് വേറെ ഒരു ഗുണവുമില്ല. എന്തെങ്കിലും അറിയാം ഇത് കാര്യം തരുമോ? കാണിച്ചോ ചിരിച്ചിരിച്ച് തലമുണ്ട അടിക്കും. വേറെ തന്നെ ഈ ഇതിനകത്ത് വെള്ളി ഫിലിമേ ഉള്ളൂ. എഴുതിയിട്ടുള്ള ഫിലിമുണ്ടോ? എഴുതിയിട്ടുള്ള ഫിലിം പിടിച്ചോ. അല്ല ഒന്നും കാണിച്ചാ വേറെ രസം കാണിച്ചാൽ അതുകൊട്ടെ എഴുതിയ പിന്നെ കാണിച്ചോ. ഈ സാധനം ഇല്ലേ, ഈ സാധനം ഞാൻ നോക്കത്തില്ലേ? ഈ സാധനം ഒരു ഡോക്ടർക്ക് നോക്കാൻ അറിഞ്ഞൂടാ. ഇതാർക്കെങ്കിലും അറിയോ? ഡോക്ടർ ഇത് പഠിച്ചിട്ടില്ല. ഇതിന് ഇത് അതൊക്കെ നോക്കുന്നത് ഞാൻ നോക്കുന്നവരാ. എനിക്ക് നോക്കാൻ അറിഞ്ഞു. മനസ്സിലായില്ല. ഇത് പഠിക്കുന്ന റേഡിയോളജിസ്റ്റാ. ഇതാണ് എനിക്ക് വേണ്ടത്. ഒരു ഡോക്ടർക്കും ഈ സാധനത്തെ പറ്റി ഡീറ്റെയിൽസ് അറിയില്ല. ഇതല്ല ഈ ഫിലിമിനകത്ത് എഴുതും, എല്ലാ ഡീറ്റെയിൽസും എഴുതുന്നത് കണ്ടുണ്ടോ? അല്ലല്ല, ഈ പേപ്പറിനകത്തല്ലേ എഴുതും ഇന്നതാണെന്നൊക്കെ എഴുതും. പാട്ടായിട്ട് എഴുതും. അതുകൊണ്ടാണ് ഈ രസം കേൾക്കും. ഇത് ഡോക്ടർ പഠിച്ചിട്ടില്ല. ഇത് പഠിച്ചത് റേഡിയോളജിസ്റ്റാണ്. അവരൊരാൾ കൂടെ പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ ഒരു റേഡിയോളജിസ്റ്റ് മാത്രം അറിയാവുന്ന ഡോക്ടർക്ക് പോലും വായിച്ചാൽ മനസ്സിലാവാത്ത ഈ ഫയലും കൊണ്ടാണ് നിങ്ങൾ എന്റെ അടുത്ത് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ഇത് പോയിട്ട് ഒരു മലപ്പുറത്തുനിന്ന് ഒരു ഉമ്മയും മോനോടാന്നാണ്. അപ്പൊ എന്നോട് ലാസ്റ്റ് മോൻ പറഞ്ഞു ഇതിൽ അമ്മയ്ക്ക് വല്ലതും തോന്നും ഉമ്മയ്ക്ക് വല്ലതും തോന്നും, ഇത് വെറുതെ നോക്കിയേക്കാം. ഞാൻ പറഞ്ഞു തരാൻ പറഞ്ഞു. ഞാൻ നോക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. തിരിച്ചു വെച്ചപ്പോ അവൻ പറയാണേ പയ്യെ തിരിച്ചു പിടിക്കും. നേരാമെന്ന് അവനറിയാവുന്ന പോലെ എനിക്കറിയാത്ത എന്റെ അടുത്ത് നിങ്ങൾ ഈ ഭയം കൊണ്ട് വന്നിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ കഷ്ടപ്പാട്, ആ കഷ്ടമല്ലേ അത്? അതല്ലേ ഒന്നും മനസ്സിലായില്ലേ? വെച്ചോ കൊടുത്തേ. അത് രസമല്ല. അതിനകത്ത് റിപ്പോർട്ടുണ്ട്. അത് മാത്രമേ ഡോക്ടർ നോക്കത്തുള്ളൂ. ഡോക്ടർ ഇത് നോക്കൂല. പക്ഷെ പിന്നെ എന്തെങ്കിലും കൊണ്ടുനടക്കുന്നത് പറഞ്ഞാൽ കൊണ്ടു നടക്കണം. അവർ കൊണ്ടുവരില്ലെന്ന് പറയാറില്ല. കാരണം ഈ പബ്ലിസിറ്റി ഡോക്ടേഴ്സ് കമ്മീഷൻ കൊണ്ട് നടക്കുന്നതിന് കമ്മീഷൻ, ഈ കൂട്ടുകാരന് വരെ കമ്മീഷൻ ഉണ്ട്. ഈ പൂ കടിക്കുന്നതിന് വരെ ഇത് അടിച്ചു കൊടുക്കുന്നതിന് പൈസ ഡോക്ടറുടെ ആശുപത്രിയുടെ. എന്തെങ്കിലുമൊക്കെ മനസ്സിലായ? ഒന്നും മനസ്സിലായില്ല. ഇപ്പൊ മനസ്സിലായില്ല. അതിനകത്ത് എഴുതിയേക്കുന്നത് ഇതിനകത്ത് കമ്പ്യൂട്ടർ പഠിച്ചെടുപ്പില്ല. കമ്പ്യൂട്ടർ അങ്ങോട്ട് കൊടുക്കുന്നതല്ലേ ഇങ്ങോട്ട് തരുള്ളൂ. കമ്പ്യൂട്ടർ സ്വന്തമായി എന്തെങ്കിലും കഴിവുണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ അതിനകത്ത് എഴുതിയാലാൻ തരുമോ? ഇതേപോലെയുള്ള രോഗികളുടെ നേരത്തെ തന്നെ അതിനകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുക. മനസ്സിലായില്ല? അതിന്റെ ഈ മോണിറ്ററിൽ കാണുന്ന ഫോട്ടോയും ഈ ഫോട്ടോ കൂടെ ടെലി ചെയ്ത് നോക്കിയിട്ട് അതിൽ ഏതാണോ മാച്ച് ചെയ്യുന്നത് അതിന്റെ കോപ്പി ആയത്. ഇത് നിങ്ങളുടെ അല്ല എന്നാണ് ഈ പറഞ്ഞത്. എന്റെ അർത്ഥം ഈ കോപ്പി നിങ്ങളുടെ അല്ല. എന്നോടൊന്നും ചെയ്യില്ല. അവരോട് ചെയ്യും. ഇനി അടുത്ത ദിവസം കേൾക്കണോ? ഇതിനകത്ത് സയൻസ് പഠിച്ച ആൾക്കാർ ഇപ്പോഴുണ്ട്. ഈ ലാബ് വഴി ഒരു ടെസ്റ്റും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ കുറിച്ചത് ലാബിൽ പോയതാ. ലാബിൽ പോയിട്ട് ലാസ്റ്റ് ആ കോളേജിലെ പ്രിൻസിപ്പാൾ എന്റെ പേഷ്യന്റാ. അപ്പൊ അവര് നിങ്ങൾക്ക് ഏറ്റവും സൈലൈസ് ചെയ്യണോ? ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കില്ലേ, ഇതെല്ലാം എന്നെ ഇതിന്റെയൊക്കെ ടോപ്പ് ആൾക്കാർ പഠിപ്പിക്കുന്നതാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് യുവമാർക്ക് അതിന്റെ പേരിൽ എന്റെ പുറത്ത് ആക്ഷൻ എടുക്കാൻ പറ്റാത്തത്. ഈ പറയുന്നതെല്ലാം തട്ടിപ്പാണെങ്കിൽ എന്നെ എപ്പോ അകത്താക്കണ്ടേ? നിങ്ങളെ മിസ്ലീഡ് ചെയ്യുന്നതിന്, നിങ്ങളെ ഞാൻ പറ്റിക്കുന്നതിന് എന്നെ പിടിച്ച് അകത്താക്കണ്ടേ? എന്താ അകത്താക്കാൻ പറ്റുന്നല്ലോ? എല്ലാം തെളിവെന്റെ ഉണ്ട്. അത് കിടാ പിന്നെ പോട്ടെ. ഇതിന്റെ കാര്യം കേട്ടുള്ളൂ. ലാഭിൽ ചെന്നപ്പോ ഞാൻ എല്ലാം ഇങ്ങനെ ചോദിച്ചു. അപ്പൊ എന്നോട് ലാസ്റ്റ് ഒരു കാര്യം, ഞാൻ പഠിച്ചതാണ് അവിടെ പഠിക്കുന്നത്, നമ്മുടെ ശരീരത്തിലെ ഒരു അണുക്കളെയും ഇപ്പോൾ കോപ്പി തന്നെ എന്ത് ചെയ്യായിരുന്നു? അതിനകത്ത് വേറെ സാധനമുണ്ട്. എന്താ പറയുമോ? നമ്മുടെ ശരീരത്തിലെ ഒരു അണുക്കളെയും കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്റെ ഈയിടയ്ക്ക് ഫെബ്രുവരി 10-ാം തീയതി ഒരു പെണ്ണ് വന്നു.
അവര് തലേന്ന് 19,500 പ്ലേറ്ററ്റിന്റെ കൗണ്ട് എന്റെ അടുത്ത് വന്നു. ലുക്കീമിയ, ബ്ലഡ് മാറ്റി വെക്കണമെന്ന് പറഞ്ഞ പരിപാടി നിർത്തോണ്ടിരിക്കുമ്പോഴാണ് എന്റെ അടുത്ത് വരുന്നത്. ഞാനവരെ എല്ലാം കൂടെ നോക്കിയപ്പോൾ മറ്റു കുഴപ്പമൊന്നുമില്ല. വേറെ 5 ലാബിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പം തന്നെ ഒരു ലാബിൽ 4,30,000, ഒരു ലാബിൽ 10,000, ഒരു ലാബിൽ 19,500, ഒരു ലാബിൽ 30,000. നാളെ പിടിച്ചിട്ടുണ്ട് സാധനം. നിങ്ങൾക്ക് തന്ന പേപ്പറിനകത്ത് തന്ന സാധനം ഇല്ല. ഏത് വെച്ചാൽ നിങ്ങൾ മഞ്ഞ മാറ്റുന്നേ? ഏത് വെച്ചാൽ നിങ്ങൾ അന്ന് പറഞ്ഞേ കളിച്ചു നടക്കുക. കാരണം അറിയുമോ, നമ്മുടെ ശരീരത്തിന്റെ ഒരു അണുക്കൾക്കും ഷേപ്പില്ല. WBC RBC പ്ലേറ്റൊക്കെ ഇല്ലേ, അതിനൊന്നും ഒരു ഷേപ്പില്ല. ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്കാനിങ് ഏത് സൗണ്ട് ആയാലും ഗ്രൗണ്ട് ആയാലും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഒറ്റ കാര്യം അറിയാം. എന്താ അറിയാം, നമ്മുടെ ശരീരത്തിൽ ഒരു മെഷീനും വെച്ചും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ പഠിച്ചു വന്നാ അതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അൾട്രാസൗണ്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ നമ്മളെല്ലാം പറഞ്ഞ കാര്യമുണ്ട്. ഒരു കാര്യം എനിക്കറിയാം, ഒരു ടെസ്റ്റും നമ്മുടെ ശരീരത്തിന്റെ നിമിഷങ്ങൾ കൊണ്ട് മാറുന്ന ശരീരമായത്. ഒരു ചിന്തയ്ക്കകത്താണ് ഇതിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിരിക്കും, കരയും, മുങ്ങും, ബോധം കെട്ട് ചിലപ്പോൾ തറ വീഴും. അമേരിക്കയിൽ ഇരിക്കുന്ന അമ്മ മോനോട് നാട്ടിലിരിക്കുന്ന അമ്മ മരിച്ചു എന്ന് പറഞ്ഞാൽ അവനോട് ബോധം കെട്ട് വീഴും. ഒരു കേൾവിയുടെ പവർ ഇത് ഏത് മിഷീൻ കണ്ടുപിടിക്കാൻ പറ്റും? നിങ്ങൾ പോയി, അതല്ലേ നമ്മുടെ കളി. ഈ ശരീരത്തിൽ ഒരുത്തിനൊരു ചൂക്കും ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? എല്ലാം ഇരിക്കുന്ന ഒരു മനസ്സിനകത്താണ്. ഇപ്പൊ മനസ്സിലായോ? ശരിയോ തെറ്റോ? നിങ്ങളൊരു അഷ്ടാസുണ്ട്. നിങ്ങൾ ഈ പഠിച്ചാൽ ഏറ്റവും വലിയ കുഴപ്പം ഈ പഠിച്ചെല്ലാം മറന്നുപോട്ടേന് ആരോടെങ്കിലും പ്രാർത്ഥിക്കാൻ. ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. നിങ്ങൾ പറയാം പഠിച്ചെല്ലാം മറന്നുപോട്ടേന് 10ാം ക്ലാസ് വരെ മതി നിങ്ങൾ പഠിച്ചു. അതിന് മേലോട്ട് പഠിക്കരുത്. പോയി നിങ്ങൾ അതൊക്കെ പഠിച്ചു.